Okay na. Hello, this is all new 2025 Xpulse. അപ്പോൾ വണ്ടിയുടെ ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ആണ്. അതായത് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളൊരു വീഡിയോ ആണ്. വണ്ടി ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒരു എക്സ്പൾസ് വെച്ച് നോക്കുമ്പോഴേക്കും വണ്ടി കുറച്ചും കൂടി ഒരു മാസീവായിട്ടുണ്ട്. കുറച്ചൊരു ബിൽഡ്, അതായത് കുറച്ചൊരു ബബ്ലി ആയ ഒരു ഫീല് വണ്ടിക്കുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഓൾഡ് സ്കൂൾ ടൈപ്പുള്ള എക്സ്പൾസിൻ്റെ സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഹാൻഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ പണ്ട് അതായത് നേരത്തേക്ക് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേക്കും എന്തായാലും എക്സ്പൾസ് യൂസ് ചെയ്യണവർ ഓഫ് റോഡ് ചെയ്യണവരാണ്. അപ്പോൾ ഇവർക്കൊക്കെ വലിച്ചു കയറ്റാനും ഇതിൽ നിന്ന് എസ്കേപ്പ് ആവാനും വേണ്ടി കമ്പനി അറിഞ്ഞു കൊടുത്ത സാധനമാണ് ഇത്. ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ചെയ്തേക്കണം. കാരണം അത് അങ്ങനെ എന്താ പറയുക, ഒരു 3 പേർക്കൊക്കെ പിടിച്ച് നല്ല സുഖമായിട്ട് വലിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും ഒരു പീക്ക് ഉണ്ട്. ആ പീക്ക് കുറച്ചും കൂടി ഒരു യങ് ഫീലിലേക്കുള്ളൊരു പീക്ക് കമ്പനി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ സസ്പെൻഷനൊക്കെ അത്യാവശ്യം നല്ല ലോങ് ട്രാവലിംഗ് ഉള്ള സസ്പെൻഷനാണ്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഇവിടെ ഒരു ലിക്വിഡ് കൂളിൻ്റെ ഒരു സൈഡ് കാണാം. അത് അത്യാവശ്യം നല്ല ബൾക്കായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷനാണ് ഈ വണ്ടി ടോട്ടലി കുറച്ചും കൂടി ഒരു ബിൽഡായെന്ന് തോന്നുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ താഴത്തേക്ക് വരുമ്പോഴേക്കും കരീഷ്മയുടെ എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനെ പറ്റി പറയുമ്പോഴേക്കും ഫസ്റ്റ് ലുക്ക് വൈസ് പറയണമെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഒരു ലുക്കിലാണ് വണ്ടിയുടെ എഞ്ചിൻ വരുന്നത്. കാരണം ആ ഒരു എഞ്ചിനിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ വണ്ടിയുടെ ക്വാളിറ്റി ഭയങ്കര ഫാർ ബെറ്റർ ആയതുപോലെ തോന്നും. കാരണം പഴയൊരു എഞ്ചിനും ഈ ഒരു എഞ്ചിനും വെച്ച് ഭയങ്കര ഡിഫറൻസ്, അതായത് ബിൽഡിൽ തന്നെ നല്ലൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു കളർ കോഡും ഒക്കെ ഭയങ്കര ഒരു പ്രീമിയം ക്വാളിറ്റിയിലേക്ക് വരുന്നുണ്ട്. ഇതൊരു 210cc എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. കരീഷ്മയുടെ എഞ്ചിനാണെങ്കിൽ പോലും അത്യാവശ്യം കുറേ ചേഞ്ചസ്, അതായത് ടോർക്കിലും കാര്യങ്ങളിലൊക്കെ കുറേ ചേഞ്ചസ് കമ്പനി ഇതിന് വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു എഞ്ചിൻ ഇതിൽ ഫസ്റ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തവർ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴേക്കും സീറ്റ് കുറച്ച് ടാങ്കിനോട് കുറച്ച് കയറി അപ്രൈറ്റ് ആയിട്ടുള്ള സീറ്റാണ്. പക്ഷേ എന്നാലും അത്രയൊരു എന്താ പറയണ, ഒരു ലോങ് ടൂറിങ് പരിപാടി ഇതല്ല, സീറ്റല്ല. നമുക്ക് കുറച്ച് എന്താ പറയണ, ഒരു ഓഫ് റോഡ് പർപ്പസ് ആയിട്ടുള്ള സീറ്റായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്കും. കാരണം നമുക്ക് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.7 ആണ്. അപ്പോൾ എനിക്ക് ഫുൾ ഫൂട്ട് എനിക്ക് ഈ ഒരു സീറ്റ് ആയതുകൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കൂടും, നമുക്ക് കൊണ്ട് നടക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കുള്ളൂ. അതാണ് ഈ ഒരു സീറ്റിൻ്റെ ഇതായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു പോർഷനും, അതായത് ഈ ഒരു ബാക്ക് സൈഡിലുള്ള പോർഷനും അത്യാവശ്യം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു ബാക്കും ആ ഒരു ഫ്രണ്ടിലുള്ള ഈ ഒരു ഭാഗം കൂടി വരുമ്പോഴാണ് വണ്ടി കുറച്ച് വലുതായതുപോലെ തോന്നുന്നത്. പിന്നെ ബാക്കിലെ ടെയിൽ ലൈറ്റൊക്കെ ആണെങ്കിൽ കുറച്ചൊരു യങ്ങർ ഫീലിലേക്ക് വന്നിട്ടുണ്ട്. പഴയ ഒരു എന്താ പറയുക, എക്സ്പൾസിൻ്റെ ബാക്ക് കാണുന്ന ഒരു ഫീലല്ല, കുറച്ചൊരു ഫ്യൂച്ചറിസ്റ്റിക് ലുക്കിലേക്കുള്ള ഒരു ബാക്ക് വ്യൂ ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു പാനലിൽ തന്നെയാണ് നമ്മുടെ എക്സോസ്റ്റ് ഹൈഡ് ചെയ്തിരിക്കുന്നത് കമ്പനി. ഒട്ടും നമ്മളറിയില്ല അവിടെ ഒരു എക്സോസ്റ്റ് ഉണ്ടാകുന്ന. പെട്ടെന്ന് ഒരാൾ നോക്കി എക്സോസ്റ്റ് കാണാൻ പറ്റില്ല. അതേപോലെ വളരെ സെറ്റ് ചെയ്ത് അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴേക്കും സ്പോക്ക് വീൽസാണ്. അത്യാവശ്യം നല്ല സ്റ്റഡായിട്ടുള്ള ടയേഴ്സൊക്കെ തന്നെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. അത്യാവശ്യം വലിയ വീൽസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്ന ഒരു ഇതാണ് നമ്മുടെ 2.2ൻ്റെ TFT ഡിസ്പ്ലേ. നമ്മുടെ ബേസ് മോഡലാണെങ്കിൽ LCDയിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ TFT ഡിസ്പ്ലേ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. നല്ല എന്താ പറയുക, നമുക്ക് നൈറ്റ് ആണെങ്കിലും ഡേ ടൈം ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും റോഡ്, ഓഫ് റോഡ് എല്ലാ മോഡ്സും കാര്യങ്ങളെല്ലാം വണ്ടി കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈഡിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ നമുക്ക് കൺട്രോളിങ്സ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അത് കുറച്ചും കൂടി ഈസിയാണ്. അതായത് നമ്മൾക്ക് ഒരു ഓഫ് റോഡ് അല്ലെങ്കിൽ നമുക്കൊരു ട്രാവലിങ്ങിനൊക്കെ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അത്യാവശ്യം ഞാനിപ്പോൾ ഇന്നലെയൊക്കെ ഓടിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല മൈലേജ് എനിക്ക് വണ്ടിക്ക് തോന്നി. ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഓടിച്ചു, അത്യാവശ്യം നല്ല മൈലേജ് കമ്പനി കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്.
വണ്ടിയുടെ സസ്പെൻഷൻ ബാക്ക് സൈഡ് സസ്പെൻഷൻ മോണോ സസ്പെൻഷനാണ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത സസ്പെൻഷനാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ടെറൈൻസിലൊക്കെ, അതായത് ഓഫ് റോഡ് ടെറൈൻസിലൊക്കെ ഓടിക്കുമ്പോൾ ചാടി കയറി പോകാൻ പറ്റുന്ന സസ്പെൻഷനാണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ 2 ഡേയ്സായി ഈ വണ്ടി അത്യാവശ്യം ഓടിച്ച്, ലോക്കലായിട്ടാണ് ഓടിച്ചത്. ലോക്കലായിട്ട് പിന്നെ ചെറിയ രീതിയിൽ ഓഫ് റോഡൊക്കെ ചെയ്തു. എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറിൽ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് നേരത്തെ ഉള്ള ഒരു എക്സ്പൾസ് വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ പവർ പോരാ എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നും. കാരണം ഇത് ഓഫ് റോഡിന് വേണ്ടി ബിൽഡ് ചെയ്ത വണ്ടിയാണ്. പക്ഷേ ഇതെന്ന് പറയണത് ഓൺ റോഡാണെങ്കിലും ഓഫ് റോഡാണെങ്കിലും അത്യാവശ്യം ഫണ്ണായിട്ട് നമുക്ക് അത്യാവശ്യം ലോങ് ടൂറിങ് ഒക്കെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ പില്ലിയണിരുത്തി ലോങ് റോഡ് പോകാമെന്നൊന്നും വിചാരിക്കേണ്ട, കാരണം അതത്ര ഒരു രസമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷേ ഓഫ് റോഡിങ് ഒരു നിങ്ങൾ സോളോ ട്രാവലറാണ്, ഡെഫിനറ്റ്ലി ഈ വണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. മെഗാ മോട്ടോഴ്സിലെ വണ്ടി അവൈലബിൾ ആണ്. എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുണ്ട് വണ്ടി. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യും. സീ യു സൂൺ.